കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡിൽ കൈരളി ചെയർമാൻ മമ്മൂട്ടി തെരഞ്ഞെടുത്ത പ്രതിഭയാണ് ഫാസിൽ കെ വി. നീ എന്തിന് ഇവിടെയെന്ന് ചോദിച്ചവരോട് ആത്മവിശ്വാസവും കഠിനപ്രയത്നവും കൊണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ ഉണ്ടാകേണ്ടതെന്ന് തെളിയിച്ച പ്രതിഭയാണ് ഫാസിലാണ് ഇന്ന് GMKയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. ഫാസിലിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഫുട്ബോൾ ഒരു കളിക്കോപ്പല്ല. അതുകൊണ്ട് ദുരധികാരത്തെയും വംശീയതയും ഒക്കെ അട്ടിമറിച്ചവരുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശ മൈതാനങ്ങളിലേക്ക് കളിച്ച് കയറിയവരുണ്ട്. ഇതാ ഫുട്ബോൾ കൊണ്ട് ദുർവിധിയെ അട്ടിമറിച്ച ഒരാൾ. ഇത് ഫാസിൽ. ജനിച്ചത് വലതു കാൽപാദമില്ലാതെ, ഇടതു കാൽപാദത്തിൽ വളവുമായി. അത് പഴങ്കഥ. ഇന്ന് ഫാസിൽ ഒരു കുറവുമില്ലാത്ത ഫുട്ബോളറാണ്. FC കേരളയുടെ അക്കാഡമിക് ടീം അംഗം. ഫാസിൽ കളിക്കുന്നതോ ശാരീരിക വെല്ലുവിളി ഒന്നും നേരിടാത്ത കളിക്കാരോടൊത്ത്. 20 കൊല്ലം മുമ്പ് ഫാസിൽ ജനിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇവൻ നടക്കില്ല എന്നാണ്. എന്നാൽ ഉപ്പ മുഹമ്മദും ഉമ്മ റംലയും മകനെ പറ്റുന്നത് പോലെ നടത്തണമെന്ന് തീരുമാനിച്ചു. ചുമട്ടുതൊഴിലാളിയായ മുഹമ്മദ് നുള്ളിപ്പെറുക്കി മകന്റെ ചികിത്സ നടത്തി. 3 ഓപ്പറേഷനുകൾ കൊണ്ട് വളവുള്ള ഇടംകാൽ ഒട്ടൊക്കെ ശരിയായി. ഇല്ലാത്ത വലങ്കാലിന് പകരം ഫൈബർ കാൽ വെച്ചു. 1.5 വയസ്സുള്ള ഫാസിൽ പിച്ച വെച്ചു. പിന്നെ തീരുമാനങ്ങൾ ഫാസിലിൻ്റേതായിരുന്നു. ഫുട്ബോൾ അവനെ നയിച്ചു. പന്ത് കളിക്കാനൊക്കെ പോയാൽ ഫൈബർ കാൽ ആഴ്ചതോറും മാറണം. ബൂട്ട് 6 മാസം കഴിയുമ്പോൾ ഫാസിൽ അവ സ്വയം നന്നാക്കും. അങ്ങനെ കളിക്കും. ആ കളി ഫാസിലിനെ എത്തിച്ചത് എടപ്പാൾ വി ഗോ. മാസം മുമ്പ് നടുവട്ടം ഗ്രീൻഫീൽഡ് ടർഫിൽ ഒരു ടൂർണമെന്റ്. ആ കളി യാദൃച്ഛികമായി കാണാനെത്തിയ FC കേരള എടപ്പാൾ മാനേജർ സ്റ്റീഫൻ ചാലിശ്ശേരിക്ക് ഒരു കളിക്കാരനെ വല്ലാതെ ഇഷ്ടമായി. ആ കളിക്കാരനെ FCയിലേക്ക് ക്ഷണിക്കാൻ വിളിച്ചപ്പോഴാണ് അയാൾ നേരിടുന്ന ശാരീരിക വെല്ലുവിളി സ്റ്റീഫൻ മനസ്സിലാക്കിയത്. അദ്ദേഹം പക്ഷേ ഓഫറിൽ ഉറച്ചു നിന്നു. ഫാസിൽ ഇപ്പോൾ FC കേരളയുടെ അക്കാദമിക് ടീം അംഗം. ഫാസിൽ ഇപ്പോൾ 3.5 കോടി മലയാളികളുടെ കേരളം ഒരു പച്ചപ്പുൽ മൈതാനം. അതിൽ മിന്നൽ പിണരുകൾ ഉതിർക്കുന്ന നിന്റെ പാദങ്ങളുടെ പേര് പ്രതീക്ഷയെന്നും പ്രതിജ്ഞയെന്നും. അതിൽ നീ തട്ടുന്ന പന്തിന്റെ പേര് ഇച്ഛാശക്തി. പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന ഫാസിലാണ് ഈ കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡിൽ ഞങ്ങളുടെ ചെയർമാൻ മമ്മൂട്ടി തിരഞ്ഞെടുത്ത് പ്രത്യേകം ആദരിച്ചത്.
ഫാസിൽ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മുടെ അതിഥിയാണ്. അതുപോലെ സ്റ്റീഫൻ ചാലിശ്ശേരിയും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഫാസിലെ ആ പ്രതിഭയെ കുറെ കൂടി പ്രൊഫഷണലാക്കി മാറ്റിയ ആളാണ് അദ്ദേഹമാണ് ഫാസിലിൻ്റെ കളി മികവ് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ FC കേരളയിലേക്ക് എത്തിച്ച് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ഫാസിലിനെ മാറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിലുണ്ടാവും. ഫാസിൽ, ഗുഡ് മോർണിംഗ്. വീട്ടിലാണല്ലേ? ഗുഡ് മോർണിംഗ്. അതെ അതെ. വീട്ടിലിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇരിക്കുകയാണല്ലേ? രാവിലെ കളിക്കാനൊക്കെ പോവാതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അല്ല, ഞാൻ എക്സാം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലിരിക്കുകയാണ്. അതിൻ്റെ ടെൻഷനിലാണോ? ഹേയ്, അതൊന്നുമില്ല. ഇന്നുണ്ടോ എക്സാം? ഇന്ന് ഏതാ എക്സാം? ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഏതാണ്? കേട്ടില്ല. അക്കൗണ്ടിങ്. ഓക്കെ. അപ്പോൾ ഏതാ പഠിക്കുന്നത്? ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ BCom കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്യാം, അഡ്വാൻസ് ഡിപ്ലോമ ലോജിസ്റ്റിക്സ്. യെസ്. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ മലപ്പുറത്ത് വീട്ടിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? നമ്മളന്ന് കണ്ടിരുന്നു, കൊച്ചിയിൽ വെച്ച് ചടങ്ങിൽ വെച്ച് കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ അന്നത്തെ ആ വേദിയിലേക്ക് ചാടി കയറി വന്ന് ആ അംഗീകാരമൊക്കെ വാങ്ങി മമ്മൂക്കയ്ക്കൊപ്പം നിന്ന് മന്ത്രി ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസ് MP ഉണ്ടായിരുന്നു, മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ ചങ്കിടിപ്പൊന്ന് പറഞ്ഞേ, എങ്ങനെ കേൾക്കട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ആ വേദിയിലേക്ക് വരുന്നത്. ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു അവാർഡിന് ഞാൻ അവിടെ എത്തും. പിന്നെ ചെറുപ്പം മുതലേ കാണുന്ന മമ്മൂക്കാടൊപ്പം നിന്നൊരു വേദി പങ്കിടാന്ന് ഒരിക്കലും വിചാരിച്ചല്ല. ഒരുപാട് സന്തോഷമായിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി അന്ന് ആ വേദിയിൽ അങ്ങനെ നിൽക്കാൻ പറ്റിയപ്പോൾ. അത് ശരിയാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, കൈരളിയിൽ നിന്ന് ഫാസിലിനെ വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നൊരു കോള് വരുന്നു അല്ലേ? ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആ അവാർഡിൻ്റെ ജൂറി ചെയർമാൻ രഞ്ജി പണിക്കരൊക്കെയാണ് ഈ മറ്റ് അവാർഡ് ജേതാക്കളെ കണ്ടെത്തിയത്. ഇത് മമ്മൂക്കയുടെ അവാർഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമ്പോൾ സത്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് തോന്നിയോ? കൂട്ടുകാരൊപ്പിച്ച പണിയാണെന്ന് വിചാരിച്ചോ? അതല്ല, മുന്നേ ഇല്ല വിശ്വസിച്ചു. എനിക്ക് ഇങ്ങനെ അവാർഡ് ഉണ്ട്, എന്നെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെലക്ട് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേരളത്തിൽ നിന്ന് ഒരുപാട് ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അന്ന് എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ. ഈ അവിടെ പ്രസംഗിച്ചപ്പോൾ പക്ഷേ പലതും മറന്നുപോയല്ലേ വെപ്രാളത്തിന്? സ്റ്റീഫൻ മാഷിന്റെ കാര്യമൊക്കെ പറയാതെ വിട്ടല്ലോ. ആ ഒരു ടെൻഷനിലൊക്കെ മറന്നുപോയി. സ്വാഭാവികമാണ്, നല്ല ടെൻഷന് തോന്നുമല്ലേ? കളിക്കുമ്പോൾ തോന്നാത്തൊരു ടെൻഷൻ അല്ലേ? അതെ. എന്നോട് ആരോ ചോദിച്ചു കേട്ടോ, അതായത് ഇത്രയും ആളുകളുടെ മുമ്പിലൊക്കെ കളിക്കുന്ന ആളല്ലേ, പിന്നെ എന്തിനാണ് ഫാസിലിന് ഇത്ര ടെൻഷൻ? അവിടെ കയറി നിൽക്കുമ്പോൾ അറിയാം എൻ്റെ ടെൻഷൻ അല്ലേ? ആ വേദി കയറി നിൽക്കുമ്പോൾ അറിയല്ലേ? അതെ, കളിക്കുന്ന പറഞ്ഞാൽ നമ്മ ചെറുപ്പം തൊട്ട് കളിക്കുന്നോണ്ട് കളി എന്താന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് അറിയാത്തൊരു ഫീൽഡിലാണ് സംസാരിക്കുക എന്നുള്ളത്. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. സംസാരം പ്രശ്നമാണല്ലേ? അതെ. സത്യത്തിൽ ഉമ്മായും വാപ്പായും സഹോദരിയും എല്ലാവരും അല്ലേ ഒപ്പം കയറിയ, അവർക്കൊപ്പം നിന്നിട്ടാണ്. അപ്പോൾ ഫാസിൽ പറഞ്ഞ എനിക്ക് ഓർക്കുന്നു, എന്നേക്കാളേറെ സന്തോഷിക്കുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും ആയിരിക്കും എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ? അതെ. കാരണം അവരാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴായാലും എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റേ ഫൈബറിൻ്റെ പേട് ഉപയോഗിച്ച് കളിക്കുമ്പോൾ എൻ്റെ ബൂട്ട് 2 വീക്കാണ് മാക്സിമം നിൽക്കല്. അതിൻ്റെ ഉള്ളിൽ പൊളിയും. പക്ഷെ എൻ്റെ എനിക്ക് ബൂട്ട് വാങ്ങി തന്നതിന് കണക്കുണ്ടാവില്ല. ഇപ്പം ഈ ഒരു കാലം വരെ, ഇത്ര ദിവസം വരെ എനിക്ക് എൻ്റെ ബൂട്ട് വാങ്ങി തന്നതിന് കണക്കുണ്ടാവില്ല. അത്രത്തോളം എന്നെ വീട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കാര്യത്തിന് ഇതുവരെ പറ്റില്ല എന്നൊരു വാക്ക് എൻ്റെ ഫാമിലിനോട് പറഞ്ഞിട്ടില്ല. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും. ഏതായാലും ഫാസിലിനൊരു സർപ്രൈസായിട്ട് ഇന്നിപ്പോൾ നമ്മൾക്കൊപ്പം FC കേരളയുടെ സ്റ്റീഫൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റീഫൻ ചാലിശ്ശേരി കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇതാ ഇപ്പോൾ സ്ക്രീനിലേക്ക് അദ്ദേഹവും എത്തി. സ്റ്റീഫൻ,
ഞങ്ങൾ ഫാസിലിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു സമയത്ത് താങ്കളുടെ ഒരു വലിയ കണ്ടെത്തലായി അത് മാറുന്നുണ്ടായിരുന്നു. ഒരു ടൂർണമെൻറ്റിൽ വെച്ച് കണ്ടു, കളിക്കാരനെ ഇഷ്ടപ്പെട്ടു, കളിക്കാരനെ എടുക്കാൻ പോകുമ്പോഴാണ് ഫാസിലിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊന്നും താങ്കളെ വലച്ചില്ല. താങ്കൾ വളരെ കൃത്യമായി ഫാസിലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയാണ് വന്നത്. ആ ഫാസിലാണ് ഇന്ന് കൈരളി ടിവിയുടെ ഫീനിക്സ് അവാർഡിലെ ജേതാവായി നമ്മുടെ പ്രിയ നടൻ, കൈരളി ടിവിയുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി തിരഞ്ഞെടുത്ത വ്യക്തിയായി മാറിയത്. ഈ നിലയിൽ കിട്ടിയ ഒരു അംഗീകാരത്തെ എത്രമാത്രം സന്തോഷത്തോടെയാണ് കേൾക്കുന്നത്, അറിയുന്നത്? എന്ത് സംസാരിക്കും, എന്തു പറയും താങ്കൾ അതേക്കുറിച്ച്? ഫാസിലിനെ കൈരളി ചാനല് നൽകിയ ഫീനിക്സ് അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഫാസിലിൻ്റെ ഡെഡിക്കേഷന് മുന്നിൽ എല്ലാവരും ആ അവാർഡിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞത്. കൈരളി ചാനലിന് എല്ലാ അഭിനന്ദനങ്ങളും ഫാസിലിന് ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് എൻ്റെ പേഴ്സണലായിട്ടുള്ള അപ്രിസിയേഷനും കൈരളി ചാനലിന് നൽകുകയാണ്. ഏതായാലും താങ്കളുടെ ആ സന്തോഷം അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം തന്നെയാണ്. താങ്കൾ പലയിടത്തും ഈ ഫാസിലിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച്, താങ്കൾക്ക് അതിലുള്ള ഒരു വലിയ അഭിമാനത്തെക്കുറിച്ച്, അതിനുവേണ്ടി താങ്കളടക്കം നടത്തിയിട്ടുള്ള പരിശ്രമത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയുകയും ചെയ്യാം. ഈ ഫാസിലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ആ വീഡിയോയിൽ, ആ റിപ്പോർട്ടിൽ ചുരുക്കം വാക്കുകളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫാസിലിലേക്ക് താങ്കൾ എത്തുന്നത് എങ്ങനെയായിരുന്നു? ഫാസിലിനെ ആദ്യമായി ഞാൻ കാണുന്നത് ഒരു വീഡിയോ ഫുട്ടേജിലൂടെയാണ്. കുമലൂരിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഫാസിൽ കളിക്കുന്ന കുറച്ച് വീഡിയോ ഒരു ന്യൂസ് ചാനലോ ഏതോ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ കാണാനിടയായത്. അന്ന് മുതലേ ഞാൻ ഫാസിലിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് കഴിഞ്ഞില്ല. FC കേരള എടപ്പാള് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് ബ്രാഞ്ച് തുടങ്ങിയിരുന്നു, തൃശ്ശൂർ ആസ്ഥാനമായ FC കേരള. അവിടെ നിങ്ങളുടെ ക്യാമ്പ് കഴിഞ്ഞൊരു ദിവസം ഫാസിലിൻ്റെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ആ ഗ്രൗണ്ടിൽ വന്നിരുന്നു. അന്നാണ് ഫാസിലിനെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ഫാസിലിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. കളി കണ്ടിരുന്നു. അപ്പോൾ ഈ കാൽപാദം ഇല്ല എന്നുള്ള വിവരങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ആ വീഡിയോ ക്ലിപ്പിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഫാസിലിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നി. കാലുള്ള ഒരു കുട്ടി പോലും കളിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് ഫാസിൽ അന്നവിടെ കളിച്ചത്. അങ്ങനെ ഞാൻ ഫാസിലിൻ്റെ വീട്ടിലൊരു ദിവസം വരാമെന്ന് പറയുകയും അവനൊരു അപ്പോയിൻമെൻറ്റ് ഫാസിലിൻ്റെ വീട്ടിൽ എടുത്ത്, അവിടെ പൊന്നാനി കോളേജിലാണ് പഠിച്ചിരുന്നത്, MBS കോളേജിൽ. അപ്പോൾ ഈവനിങ്ങിൽ ഞാനൊരു ദിവസം പൊന്നാനി കോളേജിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വീട്ടിലുണ്ട്. അങ്ങനെ ഫാസിലിൻ്റെ വീട്ടിൽ പോവുകയും ഞാൻ അവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി ഞാൻ ഈ കാര്യം FC കേരള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുകയും അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് FC കേരളയിൽ എടുക്കാമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാസിൽ FC കേരളയിൽ ഭാഗമാവുന്നത്. അങ്ങനെ ഒഫീഷ്യലി ഞങ്ങൾ FC കേരള വലിയൊരു സ്വീകരണം നൽകി ഫാസിലിനെ നമ്മുടെ ഭാഗമാണ്. അതൊരു വളരെ വലിയ ശക്തമായ തീരുമാനമായിരുന്നു FC കേരളയുടേത്. താങ്കളുടെ ആ നിർദ്ദേശത്തെ താങ്കളുടെ ടീം മാനേജ്മെൻറ്റ് അംഗീകരിച്ചു എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. ആദ്യം അദ്ദേഹം ഫാസിൽ ട്രെയിനിങ് ഇതുപോലെ ചെല്ലുമ്പോൾ, സെലക്ഷന് വേണ്ടി ചെല്ലുമ്പോൾ, നീ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കളിക്ക് പോകൂ എന്ന് പറഞ്ഞ അധ്യാപകർ അവനെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് അവൻ്റെ വളർച്ചയുണ്ടാകുന്നത്, അവൻ്റെ പരിശ്രമം ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ സ്റ്റീഫൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഈ കാലിൻ്റെ വളവുണ്ട്, കാൽപാദമില്ലാത്ത പ്രശ്നമുണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ രണ്ട് ഹാഫും വളരെ ശക്തമായി ഫുൾ എനർജിയോടെ കളിക്കാൻ കഴിയുന്ന, മനുഷ്യർക്കൊപ്പം കളിക്കുന്ന ഒരു കളിക്കാരനായി, ഫുട്ബോൾ താരമായി ഫാസിൽ മാറിയത്? ആ നിലയിലേക്ക് അവൻ്റെ ഒരു പ്രത്യേകത താങ്കൾക്ക് തോന്നിയത് എന്താണ്? കാൽപാദമില്ല എന്നുള്ള എല്ലാവരും കണ്ടതാണല്ലോ വീഡിയോയിൽ. ഫാസിലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫാസിലൊരു സപ്പോർട്ട് വേണം. ഫാസിലിന് ബൂട്ട് വേറെയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ കളിക്കുന്ന ബൂട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് 40% ഉള്ളൂ. ബാക്കി 60% ടച്ച് ചെയ്യാതെയാണ് ആ ബൂട്ട് വെയർ ചെയ്യുമ്പോൾ. ഒരു കാല് സ്ലാങ് ആയിട്ടും ഒരു കാലിനെ സപ്പോർട്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. ആ ഫൈബർ സപ്പോർട്ട് ഇടുമ്പോൾ ആ ബൂട്ട് കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു കസ്റ്റമൈസ് ബൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനും കുറേ കമ്പനികൾ അന്വേഷിച്ചു. ഞാനും ഫാസിലും പോയി എറണാകുളം പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. എവിടെ ചെന്നിട്ടും നിങ്ങൾക്കൊരു കസ്റ്റമൈസ് ബൂട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ ഇത് സാധിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പെയറായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പെയർ തരേണ്ട 10 പെയർ തന്നോളൂ, നിങ്ങൾ അതിന് പേയ്മെൻറ്റ് തരാമെന്നല്ലോ. അതിന് സ്പോൺസറൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരാളും നമുക്ക് സപ്പോർട്ട് ചെയ്തില്ല.
അവർ പറയുന്നത് വാക്കിംഗ് ഷൂ നമുക്ക് ഉണ്ടാക്കി തരാം, പക്ഷെ ബൂട്ടായിട്ട് നമുക്കത് ഒരു കസ്റ്റമൈസ്ഡ് ബൂട്ട് ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഫാസിലിന് 2 ബൂട്ടും 2 തരത്തിൽ വേണം. ഒരു ഇതിന് ഫുട്ട് പാദം തീരെയില്ലല്ലോ. ഒരു ഫുട്ടാണെങ്കിൽ ലെഫ്റ്റ് ഫുട്ടാണെങ്കിൽ കുറച്ച് സ്ലാങ് ആയിട്ടാണ്. അപ്പോൾ അതിന് കസ്റ്റമൈസ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന അഡാസ് കമ്പനി, അത് ജർമ്മനിയിൽ ഫാമുണ്ട്, ആ കമ്പനിയായിട്ട് കറസ്പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളത്തുള്ളൊരു ഫാം ജർമ്മനി ഈ അഡാസിൻ്റെ കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ പോയി സംസാരിച്ചിരുന്നു. അതൊന്നും പ്രോപ്പറായിട്ട് ഒരു കറസ്പോണ്ടിങ് നടക്കാതെ അവർ ഒരു റെസ്പോൺസും തന്നില്ല. ഇപ്പോഴും അത് പെൻഡിങ് ആണ്. ഇപ്പോൾ ലുധിയാനയിൽ അങ്ങനെ ഒരാളുണ്ടാക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റീഫനോടും അതുപോലെ ഫാസിലിനോടും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നല്ല കമൻറ്റുകൾ ശക്തമായി. സ്റ്റീഫൻ സാറിനെ കുറിച്ച് രാജീവൻ പറയുന്നത്, കഴിവുള്ള അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് എല്ലാവർക്കും സാധിക്കുന്നതല്ല, അഭിനന്ദനങ്ങൾ സാർ എന്നാണ് സ്റ്റീഫനോട് പറയുന്നത്. അതുപോലെ കീർത്തി പറയുന്നത്, ഫാസിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ്. ഒട്ടേറെ കമൻറ്റുകൾ, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഫാസിൽ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചത് കേട്ടല്ലോ, പക്ഷേ അന്ന് ആ വേദിയിൽ കയറിയപ്പോൾ ഈ വെപ്രാളത്തിന് ഇതൊക്കെ പറയാൻ മറന്നുപോയി അല്ലേ? അതെ അതെ, ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ടൈമിൽ എനിക്കൊന്നും വന്നില്ല. പക്ഷേ മമ്മൂക്കെ ഹഗ് ചെയ്യാൻ മറന്നില്ല അല്ലേ? നമുക്കൊന്ന് കണ്ടാലോ മമ്മൂക്കെ ഹഗ് ചെയ്തത്? അത് വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെയും അത് നൽകുന്ന ഒരു എനർജി എങ്ങനെയാണ് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നിയത്? അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. മമ്മൂക്ക എനിക്ക് ട്രോഫി തന്നതിന് ശേഷം ഞാനും മമ്മൂക്കി അങ്ങനെ ക്ഷയിക്കേണ്ടിയായിരുന്നു എനിക്ക്, പക്ഷെ ഒരിക്കലും എന്നെ ഹഗ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഫാസിലെ ഞാൻ ആ സീനാണ്, ആ ഷോട്ടാണ് കാണുന്നത്. ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു അല്ലേ? വലിച്ചപ്പോഴാണ് ആ ഹഗ് കിട്ടിയത്. അതെ അതെ, റൈറ്റ്. അത് വളരെ വളരെ വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത് അല്ലേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു അത്. വല്ലാത്തൊരു സപ്പോർട്ട് അല്ലേ? ഇനിയും ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ ആ ഒരു ഹഗ്, ആ ഒരു വേദി തന്നൊരു ഊർജം ഫാസിലിന് എത്രമാത്രം? ഒരുപാട്. കാരണം മമ്മൂക്കാടെ എടുത്ത് പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മമ്മൂക്ക എനിക്കൊരു ഹഗ് തരുന്നു, പക്ഷെ നല്ലൊരു എനർജിയാണ് എനിക്ക് തന്നത്. ഇനി കാര്യങ്ങളിലേക്ക് ഫൈറ്റ് ചെയ്യാൻ, എനർജിക്കായിട്ട് കളിക്കാൻ ഒരുപാട് സന്തോഷം. നമുക്ക് ഫാസിലിനെ ആ വേദിയിലേക്ക് വിളിച്ചതൊന്ന് കാണാം, കണ്ടുകൊണ്ട് വരാം. പ്രേക്ഷകർ കൂടി ഒന്നുകൂടി കാണട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ചതും വേദിയിലേക്ക് ഫാസിൽ ഓടിക്കയറി വരുന്നതും അവിടെ ട്രോഫി വാങ്ങിച്ചുകൊണ്ട് അതിനുശേഷം ഒരു ഷെയ്ക്ക് ഹാൻഡും, മമ്മൂക്കയുടെ ഷെയ്ക്ക് ഹാൻഡും, അതിനുശേഷം ഹഗ്ഗും, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വാർത്തകളിൽ നിന്ന് കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരത്തിന് KV ഫാസിലിനെ. ഫാസിൽ വേദിയിലേക്ക് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ വേദിയിലേക്ക് വന്നിട്ടില്ല. വേദിയിലേക്ക് എത്താൻ വേണ്ടി എഴുന്നേൽക്കുന്നത് വെച്ച് ആ വീഡിയോ കട്ടാവുന്നതാണ് കണ്ടത്. വേദിയിലേക്ക് വരുന്നതാണ് സത്യത്തിൽ നമ്മൾ രണ്ടാളും പ്രതീക്ഷിച്ചത്. അത് നോക്കാം, കിട്ടുന്നെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി അതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഫാസിൽ അവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ കൂട്ടുകാരില്ലായിരുന്നെങ്കിൽ ഞാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു ട്രയൽസിന് തന്നെ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് എന്നെക്കൊണ്ട് പറ്റൂല, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഗെയിമല്ലേ, ഇത് ഇരുന്ന് കളിക്കുന്ന പോലെ ഗെയിം കളിച്ചെന്ന് പറഞ്ഞ് എന്നെ ആ സെലക്ഷന് കളിപ്പിച്ചു പോലും നോക്കാതെ എന്നെ പറഞ്ഞയച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ഞാൻ നാട്ടിൽ ചെറുപ്പത്തിൽ കളിക്കാറിറങ്ങുമ്പോൾ ഞാൻ ആ ഫൈബറിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടാണ് കളിക്കാറിറങ്ങി. അവർ ബൂട്ട് പോലും ധരിക്കാതെ ഇരുന്ന് ചെറുപ്പത്തിൽ കളിച്ചിരുന്നു. പക്ഷേ അവർ ഇന്നിട്ടും എന്നെ അവരൊപ്പം കളിക്കാറിറക്കി. എനിക്ക് സാറ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്, എൻ്റെ ഫ്രണ്ട്സ് അന്ന് എന്നെ ഇറക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഫീൽഡിലേ ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു ടീമിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ വന്ന് ഇരിക്കില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് തകർന്നു പോയാണ്. കാരണം ഞാൻ ഇപ്പോൾ വേറെ വല്ല ഒരു ഇതിക്ക് പോയിട്ടുണ്ടാവും. കാരണം ഫ്രണ്ട്സ് എന്നെ അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഒപ്പം കളിച്ച എൻ്റെ ഫ്രണ്ട്സ് എല്ലാ കാര്യത്തിനായാലും, ഇപ്പോൾ ഒരു കളിക്ക് പോവുകയാണെങ്കിലും എല്ലാത്തിനും
ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ ഇങ്ങനെ ഒരു നാട്ടിൽ വന്ന് ജനിക്കാൻ പറ്റിയില്ല, അതിലൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത്. നിഖിൽ, അന്നത്തെ അധ്യാപകൻ്റെ ആ വാചകം അത് എത്രമാത്രം ഫാസിലിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും. ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷന് വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെയുണ്ട്, കാലിൻ്റെ പ്രശ്നമൊക്കെയുണ്ട്, പക്ഷേ കളിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഗ്രൗണ്ടിൽ മറ്റുള്ളവർക്കൊപ്പം മറ്റുള്ളവരെ പോലെ കളിക്കണം എന്നുണ്ട്. അങ്ങനെ ഫാസിൽ ആ ഫുട്ബോൾ സെലക്ഷന് ചെന്നപ്പോഴാണോ അന്ന് അധ്യാപകൻ പറഞ്ഞത് നീ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കളികളുണ്ടെങ്കിൽ പോകൂമെന്ന്? അതെ അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമത്തെക്കാട്ടി കൂടുതൽ ഊർജ്ജമാണ് എനിക്ക് തന്നത്. ആ സാറിൻ്റെ മുന്നിൽ എനിക്ക് കളിച്ച് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നെക്സ്റ്റ് സെലക്ഷന് പോകുമ്പോൾ ആ സാറായിരുന്നില്ല ആ ട്രെയിനിങ്ങിൽ. അത് കാരണം ഒരുപക്ഷെ എനിക്ക് കിട്ടിയത്. ആ സാറിൻ്റെ മുന്നിൽ ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. എന്താ പറയേണ്ടത്? എപ്പോഴും അത് ഓർക്കുമല്ലേ, ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ആ നാളുകൾ, ആ അധ്വാനം, ആ ഒരു മാനസിക സംഘർഷമൊക്കെ അനുഭവിച്ച നാളുകളില്ലേ ഫാസിൽ? അതെ അതെ അതെ. ഒരുപാട് സങ്കടപ്പെട്ട ദിവസങ്ങളുണ്ടോ? അങ്ങനെ സങ്കടപ്പെട്ട ദിവസങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മുടെ അങ്ങനെ നോക്കി പറയുമ്പോൾ നമുക്ക് ഫീലാവും. പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറയാൻ മാത്രമൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ പ്രശ്നമായാലും അത് മറ്റുള്ളവർ കാണുന്ന നെഗറ്റീവിലൂടെ ആണെങ്കിലോ എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഈ കാലിൻ്റെ വളവായാലും അതൊക്കെ ഞാനൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ക്വിക്ക് ഷോട്ട് എടുക്കാൻ, നല്ല കർവിന്, ആക്യുറസിക്ക്, ഇതൊക്കെ എൻ്റെ ലെഫ്റ്റ് ഫുട്ട് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ വലിപ്പം കുറവായതുകൊണ്ട് തന്നെ കാലിൽ വലിപ്പം കുറവായെന്ന് തന്നെ റണ്ണിങ് സ്പീഡ് കൂട്ടാൻ, ക്വിക്കായിട്ട് ഡ്രിബിൾ ചെയ്യാൻ ഇതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ ഫുട്ബോൾ മേഖലയെ നോക്കുമ്പോൾ. ഇടങ്കാലനാണോ, ഇടങ്കാല് കൊണ്ടാണോ കളിക്കുന്നത്? അതാണോ വശം? അതെ അതെ അതെ, ഇടങ്കാല് കൊണ്ടാണ് കളിക്കുന്നത്. രണ്ട് കാലിനും രണ്ട് ടൈപ്പ് ബൂട്ടാണ് വേണ്ടത് അല്ലേ? മീൻസ് എൻ്റെ റൈറ്റിന് ഫുട്ടില്ല. അപ്പോൾ ആ ഒരു ഫൈബർ പേഡ് ഇടുമ്പോൾ കാല് ഒരുപാട് വളഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പോൾ സ്റ്റെഡ് നിലത്ത് നിൽക്കില്ല. ബൂട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് അതിൻ്റെ മേൽഭാഗം ഗ്രൗണ്ടിലോട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓടുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടാണ് കളിക്കുമ്പോൾ. അപ്പോൾ അത് ഒരു കസ്റ്റമേഡ് ബൂട്ട് ഉണ്ടാക്കാനാണ് ഞാൻ സ്റ്റീഫേട്ടന് ഒരുപാട് ശ്രമിച്ചത്. സ്റ്റീഫേട്ടൻ ഒരുപാട് കോണ്ടാക്ട്സുകൾ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ബൂട്ട് ഉണ്ടാക്കാൻ. പക്ഷെ ഒന്നും നടന്നില്ല, സക്സസ് ആയില്ല. അത് സക്സസ് ആവാതെ പോയത് കംഫർട്ടായി കളിക്കാൻ പറ്റും എനിക്ക്. ഫാസിൽ പറഞ്ഞ അത് സക്സസ് ആവാതെ പോയത് എന്തുകൊണ്ടാണ്? പൈസയുടെ പ്രശ്നമാണോ, അതോ അത്തരം ബൂട്ട് കണ്ടെത്താൻ പറ്റാതെ പോയത് കൊണ്ടാണോ, സഹായിക്കാൻ അത്തരം ആളുകളുടെ സഹായം ഇല്ലാതെ പോയതാണോ? എന്താണ് അതിന് ഒരു തടസ്സമായി വന്നത്? എന്താണ് അതിന് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്ന ബൂട്ടിന്റെ കമ്പനി ഇല്ലാന്ന് തോന്നുന്നു. സ്റ്റീഫേട്ടൻ ഒരുപാട് ശ്രമിച്ച് ഞങ്ങൾ എറണാകുളത്ത് ഇതുവരെ ഒരു കമ്പനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് വാക്കിന് പറ്റിയ ഷൂസ് ഉണ്ടാക്കി തരാം, ബൂട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പുറം രാജ്യങ്ങളിൽ ഉള്ള കമ്പനീസ് നോക്കേണ്ടി വരും. നമുക്കതിന് മാത്രമല്ല കോണ്ടാക്ട്സ് കിട്ടിയില്ല. അതാണ് മെയിൻ കാരണം. ഇത് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം. ഡ്രോപ്പ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് സ്റ്റീഫേട്ടനായാലും, പക്ഷെ നടന്നില്ല. ഇവിടെ മധു പുരുഷോത്തമൻ എന്ന പ്രേക്ഷകൻ എഴുതുന്നത്, ശരത്, യു ക്യാൻ റിക്വസ്റ്റ് കൈരളി വ്യൂവേഴ്സ് ഇൻ ജർമ്മനി ടു ഹെൽപ്പ് ഫാസിൽ ടു സ്പീക്ക് ടു അഡിഡാസ് ആൻഡ് ഗെറ്റ് സ്യൂട്ടബിൾ ബൂട്ട് പ്ലീസ്. അതൊരു റിക്വസ്റ്റാണ്. നമ്മുടെ ആഗോള മലയാളി സമൂഹമുണ്ട്. ജർമ്മനിയിലൊക്കെ വളരെ സജീവവും ശക്തവുമായിട്ടുള്ള മലയാളി സംഘടനകൾ ഉണ്ട്. അവിടെയുള്ള പ്രേക്ഷകരടക്കം ഇത് കേട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഒരു സഹായം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി മാറും. അതുതന്നെയാണ് കാണുന്ന പ്രേക്ഷകരും അഭ്യർത്ഥിക്കുന്നത്. അത് ഞങ്ങളുടെയും പ്രേക്ഷകരുടെയും മലയാളികളുടെ ഒരു പൊതു അഭ്യർത്ഥനയായി ജർമ്മനിയിലെ നമ്മുടെ പ്രവാസി മലയാളി സുഹൃത്തുക്കൾ ഏറ്റെടുക്കും എന്ന് വിചാരിക്കുന്നു. ആ നിലയിൽ നമ്മൾക്കും നമ്മുടേതായ പരിശ്രമം നടത്തുകയും ചെയ്യാം. ഇപ്പോൾ ഫാസിൽ
പറഞ്ഞത് ഫാസിലിൻ്റെ വലത് കാലിനെ കുറിച്ചാണ്, വലത് കാലിലെ ബൂട്ടിനെ കുറിച്ചും ആ കാലിൻ്റെ അവസ്ഥയെക്കുറിച്ചും സൂചിപ്പിച്ചു. ഇടങ്കാലനാണ്, ഇടങ്കാലി കൊണ്ടാണ് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വലിയ അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതിന് മറ്റു തരത്തിലൊരു ബൂട്ട് വേണം അല്ലേ? ഇതാണ് ഫാസിലിൻ്റെ ഒരു പ്രശ്നം അല്ലേ? അതെ, നോർമൽ ബൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാ ഒരു പേഴ്സൻ്റെ ആംഗിളിൽ പറ്റിയ ബൂട്ടാണ്. പക്ഷെ ഞാൻ ആ ഫൈബറിൻ്റെ ആ ഒരു കോട്ടിങ് ഇടുമ്പോൾ ബൂട്ട് മൊത്തത്തിലെ ഷേപ്പേ തന്നെ മാറുകയാണ്. അത് നമ്മൾ പ്രൊഫഷണലായി കളിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നോർമലി കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ബൂട്ടിൻ്റെ ഷേപ്പ് നമ്മൾ ഫൈബർ ഇടുമ്പോൾ മാറുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കളിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ബൂട്ട് നോക്കണം. അതിന് സ്റ്റീഫേട്ടനാണ് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ കസ്റ്റമറിൻ്റെ ഫൈബറിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ഇത് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമാണ് എൻ്റെ കളിക്ക്. മാത്രമല്ല ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രാക്ടീസായി വരാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണമെങ്കിൽ അത്ര നിസ്സാര കാര്യമില്ലല്ലോ. അതെ അതെ, ഞാൻ ആദ്യം കളി തുടങ്ങുമ്പോൾ ഒന്നും ധരിക്കാതെയായിരുന്നു കളിച്ചത്. ബൂട്ടോ ആ പേടോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെരലിൽ നോർമലായിട്ടൊരു ആളെങ്ങനെ കളിക്കുന്ന അതേമാതിരിയാണ് കളിച്ചിരുന്നത്. അപ്പോൾ ചെരല് കുത്തുമ്പോഴുള്ള ആ മണ്ണിൽ കൂടുമ്പോഴുള്ള വേദന, പിന്നെ ആ ഫൈബർ ഇട്ട് ഓടുമ്പോൾ അത് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സാധനം, അത് ഫ്ലെക്സിബിൾ അല്ല, നമ്മൾ ഓടുമ്പോൾ അതിനനുസരിച്ച് ആവില്ല. അപ്പോൾ അത് ഇട്ട് ഓടുമ്പോഴുള്ള വേദനകളൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേദനയുണ്ട്, പക്ഷെ അത് ശീലമായി. ഇപ്പം അതൊരു വേദനയായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല. അവിടെ നിന്നാണ് ഫാസിൽ, ഞാൻ ഇപ്പോഴത്തെ ആ ദൃശ്യവും ഫാസിലിനെയും കൂടെ ഒരുപോലെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ അധ്വാനിച്ച് അത്ര നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് മലയാളത്തിൻ്റെ മഹാനടന് ഒരു കൈ കൊടുക്കുമ്പോൾ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെയാണ് അവിടെ നിന്നാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോയത്. അതിൽ പരം ഒരു വലിയ പിന്തുണ യഥാർത്ഥത്തിൽ കിട്ടാനില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിലൂടെ ഫാസിലിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഇത് മാറുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇനിയും പലതും കിട്ടേണ്ടതുണ്ട്. ഫാസിലിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഈ വിഷയം വെക്കുകയാണ്. ഇപ്പോൾ തന്നെ യൂട്യൂബ് ലൈവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയുന്നത് പോലെ മലയാളികൾ തന്നെ, ജർമ്മനിയിലടക്കമുള്ള മലയാളികളൊക്കെ കണ്ടുകൊണ്ട് സഹായിക്കാൻ വേണ്ടത് ചെയ്യാൻ ഇടപെടണം എന്ന് പറയുന്ന ഒരു പൊതു ആവശ്യവുമുണ്ട്. ഞാൻ സ്റ്റീഫനിലേക്ക് ഒരിക്കൽ കൂടി, സ്റ്റീഫൻ, ഇപ്പോൾ അദ്ദേഹം ഫാസിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ബൂട്ടിൻ്റെ പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഫാസിലിലെ മികച്ച കളിക്കാരന് ഇനിയും മുന്നോട്ട് ഒരുപാട് പോകേണ്ടതുണ്ട്. ഈ ഭിന്നശേഷിയുടെ പേരിൽ മാറ്റി നിർത്താതെ ഫുട്ബോൾ കളിക്കാർക്കൊപ്പം തന്നെ കഴിവ് തെളിയിച്ച് മികവ് തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ഫാസിലിന് അതേ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ ലോകകപ്പിൻ്റെ കാലത്തു കൂടിയാണ്, ഖത്തർ ലോകകപ്പിൻ്റെ കാലത്താണ്. ഫാസിലിൻ്റെ ബൂട്ട് അതൊരു പ്രശ്നമാണ്. അതിലേക്ക് ഫാസിലിന് എത്താനാവണ്ടേ? പക്ഷെ ആ ബൂട്ട് കിട്ടുകയാണെങ്കിൽ ഫാസിലിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കളിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ കളിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ ഇത്തരം എക്സ്ട്രാ ഫൈബർ സപ്പോർട്ടോ ഒന്നും ഇട്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് ബൂട്ട് ഒരു പക്ഷേ അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഫാസിലിന് നോർമൽ KPL-ലും അതിലെ ലീഗിലൊക്കെ കളിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഫാസിലിൻ്റെ ഈ പെർഫോമൻസ് ശരിക്കും ഇന്ത്യ കളിക്കാൻ കേപ്പബിൾ ഉള്ളൊരു കുട്ടിയാണ്. അവനെ മാറ്റി നിർത്തിയല്ല വേണ്ടി കൂടെ പിടിക്കും. അതെ, താങ്കളുടെ വലിയ പരിശ്രമത്തെക്കുറിച്ചൊക്കെയാണ് ഫാസിൽ സൂചിപ്പിച്ചത്. സ്റ്റീഫേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ബൂട്ടുകളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതും അതിനുവേണ്ടി പരിശ്രമിച്ചത് അവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. ഫാസിൽ, അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഫാസിലിന് ബൂട്ട് വേണം എന്നുള്ളതിലാണ്. ആ നിലയിൽ ഫാസിലിനെ പിന്തുണയ്ക്കാൻ, ഫാസിലിനൊപ്പം ചേർന്ന് നിൽക്കാൻ ഉള്ള ഒരു മനസ്സ് മലയാളിക്ക് രൂപപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതറിയാത്തത് കൊണ്ടുകൂടിയാണ് മറ്റുള്ളവരുടെ പ്രശ്നമല്ല അത്. അപ്പോൾ അത് വരട്ടെ അല്ലേ? എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല ഗോളുകൾ അടിക്കുമോ? ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? ഞാൻ വീട്ടിലിങ്ങനെ കസേരയിലിരിക്കുമ്പോൾ പറയുന്നത് പാതകമാണെങ്കിലും ബോൾ കണ്ടപ്പോഴാണ് ഒരു കൊതി, ഒരു തോന്നൽ, ആ ബോളിൽ ഒരു ട്രിബിളിങ്, എന്തെങ്കിലും ഒരു മാജിക് കാണാനൊരു ആഗ്രഹമുണ്ട്. കഴിയുമോ? ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു.
കൈയടിക്കാതെ പറ്റില്ലല്ലോ ഫാസിൽ വീട്ടിലും ഞാൻ സ്റ്റുഡിയോയിലുമാണ്. പക്ഷേ നമ്മൾ ഫുട്ബോൾ കാണുന്ന ഈ കാലത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിപ്പെടും. നിങ്ങളൊരു കളിക്കാരനായും ഞാനൊരു കാഴ്ചക്കാരനായും ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കാരണം ഇത് ലോകകപ്പിൻ്റെ കാലമാണ്. ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അർജന്റീന. ആ, പോരട്ടെ. മെസ്സി ഇത്തവണ കപ്പടിക്കുമോ? തീർച്ചയായും. ഉറപ്പാണോ? അത്ര ഉറപ്പില്ലെന്ന് തോന്നുന്നു. അല്ലല്ല, ഉറപ്പുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാര്യം? പക്ഷേ പലതവണ അങ്ങനെ രാജ്യത്തിന് വേണ്ടി കളിച്ചപ്പോഴൊക്കെ ഒരു ദൈവമാകാൻ, മരഡോണയാകാൻ, ദൈവമാകാൻ, രക്ഷകനാവാൻ, അങ്ങനെ ഒരു ഇതിഹാസമാകാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ക്ലബ് ഫുട്ബോളിൽ. പക്ഷേ രാജാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അപ്പം ഇത്തവണ നാഷണൽ ഫുട്ബോളിൽ രാജാവ് തന്നെയാണ് മെസ്സി. ആണല്ലേ? പറയാനെങ്കിൽ മെസ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ് മെസ്സി. പറയാനെങ്കിൽ മെസ്സി നല്ലൊരു പേഴ്സണാണ്. മെസ്സി ഒരു ഫാമിലി പേഴ്സണാണ്, നല്ലൊരു ഹമ്പിൾ മനുഷ്യനാണ് മെസ്സി. മെസ്സിയുടെ കാരണം നോക്കുകയാണെങ്കിൽ കോപ്പ അമേരിക്ക നേടിയപ്പോഴും മെസ്സിയുടെ മുഖത്തുള്ള സന്തോഷം നമ്മൾ കണ്ടതാണ്. വേൾഡ് കപ്പ് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു മെസ്സിക്ക്. അത് അങ്ങനെ നേടാൻ എനിക്ക് ഒരു ചരിത്രമായി മാറും. അതെ, മെസ്സിയുടെയും ലാസ്റ്റ് വേൾഡ് കപ്പാണ് അല്ലേ? അതെ, ഒരു പക്ഷേ ചിലപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ആവും മെസ്സിന്. ഓക്കെ, അപ്പോൾ ഖത്തറിലാണ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് വലിയ ദൂരമില്ലാത്ത അടുത്താണ്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ഓഫർ വന്നിട്ടുണ്ട് കളി കാണാൻ പോവാൻ. അത് ടിക്കറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ നടക്കാനാണ് കൂടുതൽ സാധ്യത. ഫാസിലെ, ഇതുവരെ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വിഷയമേ അല്ല. അപ്പോൾ ഇത് നടക്കും അല്ലേ? ഇത്രയൊക്കെ ആകാമെങ്കിൽ പിന്നെ ഖത്തറിൽ പോകാനാണോ പാട്? നമ്മൾ പോയിരിക്കും അല്ലേ? അതെ. യെസ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഫാസിൽ. നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ കഴിഞ്ഞു. ഫാസിലിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, ഫുട്ബോളിനോടുള്ള ഇഷ്ടം, ഇതൊക്കെ അറിയാൻ കഴിഞ്ഞു. ആളുകളുമായി അത് പങ്കുവെക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. താങ്ക് യു. അപ്പോൾ പരീക്ഷയിൽ നിന്ന് നന്നാക്കുക കേട്ടോ. നന്നായി എഴുത്. ഞാൻ കുറച്ച് സമയം അപഹരിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ പരീക്ഷ നന്നായി എഴുതുക, നന്നായി കളിക്കുക. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കട്ടെ, നല്ല ബൂട്ട് ഇഷ്ടപ്പെട്ട വിധത്തിൽ കിട്ടട്ടെ. അതിന് നമ്മുടെ ഈ സംസാരം വലിയൊരു സഹായമായി മാറട്ടെ. ഖത്തറിൽ പോകാനാവട്ടെ. പ്രിയപ്പെട്ട മെസ്സി കപ്പടിക്കട്ടെ. ഇത്രയൊക്കെ പോരെ? ഓക്കെ, താങ്ക് യു ഒരിക്കൽ കൂടി. ശരി. ഫാസിലാണ് നമ്മളുമായി സംസാരിച്ചത്. ഫാസിൽ തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. ആ വേദിയിൽ ശ്രീ മമ്മൂട്ടി സംസാരിച്ചതൊക്കെ ഇമാതിരി എല്ലാ സൗകര്യങ്ങളോടും കൂടി, ആരോഗ്യത്തോടും കൂടി നടക്കുന്ന മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നമ്മളാണ് ഭിന്നശേഷിക്കാർ, അവരാണ് യഥാർത്ഥ ശേഷിയുള്ളവർ എന്ന് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ഞാൻ പെട്ടെന്നൊന്ന് ഓർത്തു പോയതാണ്. ആ വിധം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഊർജം പകരാൻ ഈ പോരാട്ടങ്ങൾ വലിയ ഊർജ്ജമായി എല്ലാവരിലേക്കും എത്തട്ടെ. ഫാസിലിൻ്റെ ഈ ആവശ്യം അത് നേടിയെടുക്കാൻ നമ്മുടെ മലയാളി ശക്തി, സ്വത്വം, ആ നിലയിൽ പ്രവാസികളുടെ ഒരു വലിയ പിന്തുണ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നിർത്താം.